ഹലോ ഫ്രണ്ട്സ്, 24 ഡിസംബർ 2002 കാലിഫോർണിയയിലെ മോഡസ്റ്റോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അവിടെ സ്കോട്ട് പീറ്റേഴ്സൺ ആൻഡ് ലാസി പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ രണ്ട് കപ്പിൾ ജീവിച്ചു വരികയാണ്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുക 2002 ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ സ്കോട്ട് പീറ്റേഴ്സൺ ഫിഷിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യയും കുട്ടിയും കാണാതാവുകയാണ് ചെയ്യുന്നത്. ലേസി പീറ്റേഴ്സൺ ഉണ്ടെങ്കിൽ 8 മാസം ഗർഭിണിയുമാണ്. അപ്പോൾ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും സ്കോട്ട് പീറ്റേഴ്സന് ഭാര്യയും മക്കളും എവിടെ പോയെന്നുള്ള ഒരു വിവരവും ഇല്ല. അതിനെ തുടർന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പോലീസ് വരികയും അവിടെയൊക്കെ തിരഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല. അങ്ങനെ സ്കോട്ട് പീറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കൾ എവിടെ പോയിരുന്നുവെന്ന്. അപ്പോൾ താങ്കൾ ഫിഷിങ്ങിന് പോയിരുന്നുവെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഭാര്യയും കുഞ്ഞിനെയും കാണുന്നില്ല. സോ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണമെന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടെങ്കിൽ പോലീസ് ഇത് കണ്ടെത്തണമെന്നുള്ള രീതിയിൽ തന്നെ അവിടെയൊക്കെ അന്വേഷിക്കണം, എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു വിവരവും കിട്ടുന്നില്ല. എത്ര അന്വേഷിച്ചിട്ടും അവരെവിടെ പോയെന്നുള്ളൊരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പോലീസ് തീരുമാനിക്കുകയാണ്, ഇവരെ പറ്റി വല്ല വിവരം ആരെങ്കിലും തന്നാൽ തീർച്ചയായിട്ടും അവർക്ക് പൈസ കൊടുക്കാമെന്നുള്ളൊരു രീതിയിൽ വരികയും അങ്ങനെ ഒരു നോട്ടീസ് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിസ്സിംഗ് നോട്ടീസ് പതിപ്പിച്ചതിന് ശേഷവും ഇവരെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല. പോലീസിന് ആകെ ഡൗട്ട്, എന്ത് പറ്റിയോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ കുറേ നാൾ കഴിയുന്തോറും സ്കോട്ട് പീറ്റേഴ്സൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര ഒരു വ്യത്യാസം വരികയാണ്. അത് പോലീസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ തന്നെ മീഡിയ ഭയങ്കരമായിട്ട് ചെന്ന് കാണുക, അല്ലെങ്കിൽ മീഡിയ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതും ഇല്ല. ഭയങ്കരമായിട്ട് ഒതുങ്ങിയ രീതിയിൽ നിൽക്കുന്നു. അത് പോലീസിനെ സ്കോട്ടിനോട് ഭയങ്കരമായിട്ടൊരു ഡൗട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്കോട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ സമയത്താണ് ആംബർ ഫ്രേ എന്ന് പറഞ്ഞൊരു ഗേൾ ഇതിലേക്ക് കടന്നു വരുന്നത്. ഈ ആംബർ ഫ്രേയും സ്കോട്ടും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആംബറിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആംബറിന് ഇവൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്, സ്കോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞുണ്ട്, അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അറിയുന്നില്ല. സോ ഈ കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ അടുത്ത് പറയുമ്പോൾ പോലീസ് ഒരു നിഗമനത്തിൽ എത്തുന്നു, സ്കോട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനെ തുടർന്ന് സ്കോട്ടിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്കോട്ട് പറയുന്നത്, അതെ, ഞാൻ തന്നെയാണ് അവരെ കൊന്നിരുന്നുള്ള കാര്യം. കാരണം എനിക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇവർ അതിന് സമ്മതിക്കുന്നില്ല. സോ അതിനെ തുടർന്ന് ഞാൻ കൊല്ലുകയാണ് ചെയ്തതെന്ന് ചെയ്യുന്നു. ഇത് സ്കോട്ടിനോട് ഭയങ്കരമായിട്ട് ഡൗട്ട് വരാൻ കാരണം അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തോ എല്ലായിടത്തും ചോദിച്ചപ്പോഴത്തേക്ക് സ്കോട്ട് ഫിഷിങ്ങിന് പോകുന്നോ അല്ലെങ്കിൽ ഫിഷിങ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്നും അറിയത്തില്ല. അതോടെ തന്നെ അവർ ചെറുതായിട്ടുള്ളൊരു ബോട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് വന്നപ്പോൾ ഇവൻ്റെ മേലൊരു ഡൗട്ട് വരികയാണ്. അങ്ങനെയാണ് കോൾ ഹിസ്റ്ററിയും അവൻ്റെ പോകുന്നത്, ആരുടെ സംസാരിക്കുന്നത്, അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇവനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അങ്ങനെ ഈ ബോഡി എവിടെയാണെന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് ഇവൻ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അത് സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ആ ബോഡി കണ്ടെത്തുകയും ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അത് അവരുടെ ബോഡിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവനെ ഉണ്ടെങ്കിൽ കോടതിയിൽ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇവനും ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും വർക്കാവുന്നില്ല. പോലീസിൻ്റെ കയ്യിലുള്ള തെളിവെല്ലാം സ്ട്രോങ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സത്യം തെളിയുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് 2020 അവന് ഡെത്ത് പെനാൽറ്റിയാണ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ തന്നെ സ്കോട്ട് പീറ്റേഴ്സൺ ജയിലിൽ വെച്ച് ഒരു ഡിസീസ് അകപ്പെടുകയും അതോടെ തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.